PSC 10th ലെവൽ എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളുണ്ട്. പാഠം 4, പാഠം 5, പാഠം 6 10ാം ക്ലാസ്സിലെ ചരിത്രത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന 3 പാഠങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 പാഠങ്ങളും. ഈ 3 പാഠങ്ങളിലൂടെയും നമുക്കിന്ന് കടന്നു പോകാം. അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ, അപൂർവ വസ്തുതകൾ, അവിടെ നോക്കിയാണ് പുതിയ ചോദ്യങ്ങൾ PSCയിൽ വരിക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV വിൻഡോസ് ടുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പതിവായി പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾ ഓർക്കുക, ഈ 2025 സർക്കാർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും വാട്സപ്പിലും ചേരുക. കാരണം നിങ്ങൾക്ക് എന്തെല്ലാമാണോ PSC എക്സാമിന് വേണ്ടത്, ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2020 മുതൽ 2024 വരെ നടന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് പോളുകളായി ലഭിക്കും. അതും സബ്ജക്റ്റ് വൈസായി. അതുകൂടാതെ 2 സ്ട്രീമിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് 10th ലെവൽ എക്സാമുകളിൽ വരാൻ പോകുന്ന എക്സാമുകൾക്കായിട്ട് ക്രാഷ് കോഴ്സ്. ആ ക്രാഷ് കോഴ്സിൽ 2020 മുതൽ 2024 വരെ ആ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും. അങ്ങനത്തെ ഒരു സീരീസ് നടന്നു പോകുന്നുണ്ട്. 2200 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരിക്കൽ കൂടി റീവിസിറ്റ് ചെയ്യുകയാണ്. അതിന് മുന്നേ കഴിഞ്ഞതാണ്. ആ 2200 ചോദ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന സീരീസിൽ 500 ചോദ്യങ്ങൾ കവർ ചെയ്തു. നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. ഇനി 700 ചോദ്യങ്ങൾ, 1500 ചോദ്യങ്ങൾ കൂടി നമ്മൾ ജനുവരി 24-ാം തീയതിക്ക് മുമ്പായിട്ട് മുഴുവൻ തീർക്കും. അതാണ് നിങ്ങൾക്ക് സ്ഥിരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ. അതിൽ നിന്ന് ഒരു മോക്ക് എക്സാം അത്തരത്തിലുള്ള, ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ സെയിൽസ്മാൻ്റെ എക്സാം ആണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള ക്രാഷ് കോഴ്സാണ് ആരംഭിക്കുക. അപ്പോൾ അതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പോൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുക്കളും SCERT ബുക്കിൽ നിന്ന്. അതുകൂടാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് മോക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും. ആ മോക്ക് എക്സാം ആഴ്ചയിൽ ഒരിക്കൽ നടക്കും. അങ്ങനെ ഒരു സെക്ഷൻ പോകുമ്പോൾ മറ്റൊരു സെക്ഷൻ നമ്മൾ PDF നൽകും. എല്ലാ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെയും PDFകൾ, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് അതിൽ നിന്ന് ദിവസവും എക്സാം. അപ്പോൾ നിങ്ങൾക്ക് വിഷയം ഡീപ്പായിട്ട് പഠിച്ചു പോകാം, ക്രാഷ് കോഴ്സിലും പങ്കെടുക്കാം. അങ്ങനെ 2025 സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം നിങ്ങളുടേതാണെങ്കിൽ എല്ലാ ടോപ്പിക്സും അതിൽ കവർ ചെയ്യും. അപ്പം ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ ടോപ്പിക് വൈസ് ആയിട്ടും ക്ലാസ് നൽകും. ഇപ്പം SCERTയുടെ 3 പാഠഭാഗങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ടെലിഗ്രാമിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. രണ്ടിലും ചേരുക. ടെലിഗ്രാമിൽ ചേരുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം, കംപ്ലീറ്റ് മെറ്റീരിയൽസും അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. പറഞ്ഞു കഴിഞ്ഞാൽ 2020 മുതൽ 2024 വരെയുള്ളത് പോളായിട്ട് ലഭിക്കുകയാണ്. ഇതുകൂടാതെ ഓൺലൈൻ എക്സാമും ലഭിക്കും. അപ്പോൾ ആ ഓൺലൈൻ എക്സാമും എന്താണ് അവിടെ നടന്നു പോകുന്നതെന്നും ഷോർട്ടായിട്ട് അറിയാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക. ഏതെങ്കിലും ഒന്നിൽ ചേർന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ചേർന്നുകൊണ്ട് ഇത് മുഴുവൻ കിട്ടില്ല. ടെലിഗ്രാമിലാണ് പോളുകൾ നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമും PDF-ഉം മറ്റു കാര്യങ്ങളും ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാലും മതി. പറ്റുമെങ്കിൽ രണ്ടിലും ചേരുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. റെഡിയാണല്ലോ? ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. ഈ പാഠഭാഗത്ത് നിന്ന് വന്ന ഒരു ചോദ്യമാണ്. ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ ഗേദ സമരവും ചമ്പാരൻ സമരവുമാണ്. ഇതുകൂടാതെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരമുണ്ട്. അതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഗേദ സമരവും ചമ്പാരൻ സമരവുമാണ്. നിങ്ങൾക്കറിയാം, ഹോം റൂൾ സമരം എന്ന് പറയുന്നത് ഹോം റൂൾ പ്രസ്ഥാനമാണ്. ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. അപ്പോൾ ഇവിടെ വരിക 1ഉം എന്തുമാണ്? 3ഉമാണ്. ഇവിടുത്തെ ആൻസർ 1ഉം 3ഉം വരുന്നത് ഏതാണ്? C. ഓക്കെ, അടുത്ത അതുമായി ബന്ധപ്പെട്ടത് ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി. പണ്ട് ചോദിച്ചിട്ടുണ്ട്, അടുത്ത കാലത്ത് ചോദിച്ചിട്ടില്ല. രാജ്കുമാർ ശുക്ല. SCERT ബുക്കിലുള്ളതാണ്. ബീഹാറിലെ ചമ്പാരനിലെ നീല കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ
ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ബ്രിജ് കിഷോർ ശർമ്മ. പണ്ട് വന്നതാണ്, നമ്മളിത് ഡീപ്പായിട്ട് പഠിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ടോപ്പിക് വൈസ് PDF നിങ്ങൾക്ക് കിട്ടുക. ആ PDF 3 പാഠത്തിൻ്റെയും PDF എവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെന്നാൽ ലഭിക്കും. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ചമ്പാരൻ സമരം. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമാകുന്നത് റൗലറ്റ് ആക്ടോടുകൂടിയാണ്. പക്ഷെ ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ചമ്പാരൻ സംഭവമാണ്. ആ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. അത് 1917. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി സത്യപാൽ മാലിക്കും സൈഫുദ്ദീൻ കിച്ലുവുമാണ്. സൈഫുദ്ദീൻ കിച്ലുവുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തി. നിങ്ങൾക്കറിയാം, മംഗൽ പാണ്ഡെ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ്. വെല്ലിംഗ്ടൺ പ്രഭുവും നിങ്ങൾക്കറിയാം വൈസ്രോയിയാണ്. അപ്പോൾ ഇവർ രണ്ടാളും ആവില്ല റൗലറ്റ് പ്രക്ഷോഭം എന്നറിയാലോ. കാരണം റൗലറ്റ് പ്രക്ഷോഭമൊക്കെ 1919 വരുന്നത്. എനിവേ, നമ്മൾ മറന്നുപോയാലും തിരിച്ചെടുക്കാൻ പറ്റും. ഒരു ചോദ്യം കണ്ട, പ്രസ്താവന ടൈപ്പ് ചോദ്യം കണ്ട വിടരുത്. നിങ്ങൾക്ക് കുറച്ചൊരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ അതിൽ മാർക്ക് കിട്ടും. ഇപ്പോൾ ഇത് മംഗൽ പാണ്ഡെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയാണെന്നും വെല്ലിംഗ്ടൺ പ്രഭു വൈസ്രോയി ആണെന്നും അറിയുന്ന ഒരാൾക്ക് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കില്ല ഇവർ രണ്ടാളും. ഇയാൾ അതിനു മുന്നേ മരിച്ചുപോയി. വെല്ലിംഗ്ടൺ പ്രഭു റൗലറ്റ് ആക്ട് നടക്കേണ്ട ആളാണ്. ഏത് കാലഘട്ടമൊന്നും നിങ്ങൾ ഓർക്കണ്ട. ആ നടത്തേണ്ട ആളെന്തായാലും പ്രക്ഷോഭവുമായി ബന്ധപ്പെടില്ലല്ലോ. അപ്പോൾ 2, 3 ഉത്തരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ പോയി, കണ്ടോ, ഇവിടെ പോയി. ഇനി നോക്കൂ, ഇവിടെ പോയി. സോ നമ്മൾ എവിടേക്ക് ആൻസറിലെത്തി? 1ലേക്കും 4ലേക്കും എത്തി. ഇതാണ് ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ കൊണ്ട് ബേജാറാവുന്നവരോട് ഞാൻ തുടക്കം മുതലേ ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോഴേ പറയുന്നുണ്ട്, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഏറ്റവും നല്ല ടൂളാണ് SCERT ബുക്ക്. നിങ്ങൾ ഈ നോട്ട് മാത്രമല്ല SCERT ടെക്സ്റ്റ് ബുക്കിലൂടെയും കടന്നു പോകണം. SCERT നോട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ കവർ ചെയ്യുന്നില്ലേ, നിങ്ങൾ SCERT നോട്ടിലൂടെ കടന്നു പോവുക, SCERT ടെക്സ്റ്റ് ബുക്കിലൂടെയും കടന്നു പോകുക. റൗലറ്റ് നിയമം ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ്. SCERT ബുക്കിലെ ബുള്ളറ്റ് പോയിന്റുകളായി കിടക്കുന്ന, ശ്രദ്ധിക്കണം, അതൊക്കെ പ്രസ്താവന ടൈപ്പ് ചോദ്യമായിട്ട് വരാം. അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി പ്രവേശിക്കാൻ കാരണമായ സംഭവം എന്ന് പറഞ്ഞാൽ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമാണ്. ചമ്പാരൻ സത്യാഗ്രഹമുണ്ട്, അത് ഗാന്ധിയിൽ ഇന്ത്യയിൽ പൊതുപ്രവർത്തനം നടത്താൻ കാരണമായ സംഭവമാണ്. ഈ റൗലറ്റ് ആക്റ്റാണ് കരിനിയമം എന്ന് പറഞ്ഞത് 1919 ഇത് പാസ്സാക്കുന്നത്. സർ സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ റൗലറ്റ് നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ കാടൻ നിയമത്തിനെതിരെ ഇന്ത്യയിലെമ്പാടും പ്രതിഷേധങ്ങൾ നടന്നു. അതിൻ്റെ പ്രധാന കേന്ദ്രം പഞ്ചാബാണ്. സാധാരണ ഇന്ത്യയിലെ ആദ്യകാല ദേശീയ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രം നിങ്ങൾക്കറിയാം ബംഗാളാണ്. അതുകൊണ്ടാണ് ബംഗാളിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കുന്നതും തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിക്കാൻ താല്പര്യപ്പെടുന്നു. 1905 അത് വിഭജിക്കപ്പെടുന്നു. പക്ഷേ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമായി നടന്നത് ഇന്ത്യയിലെമ്പാടും നടന്നിട്ടുണ്ട്. പക്ഷെ സവിശേഷമായി നടന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ അതിന് നേതൃത്വം കൊടുത്ത 2 ആളുകളുടെയും പേര് നമ്മുടെ SCERT ബുക്കിലുണ്ട്. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ മാലിക്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതിനെ തുടർന്നുണ്ടാവുന്നതാണ്. 1919 ഏപ്രിൽ 13. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഈ അടുത്ത് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. കാരണം ഈ സൈഫുദ്ദീൻ കിച്ലുവിനെയും അതുപോലെ തന്നെ സത്യപാൽ മാലിക്കിനെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങളെ, നിരായുധരായി സംഘടിച്ച ജനങ്ങൾ,
ഒരു കാരണവും കൂടാതെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. 3 ഭാഗത്തും മതിൽ കെട്ടിയ സ്ഥലത്തുനിന്ന് ആർക്കും ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ വെടിയേറ്റ് അവർ മരിച്ചുപോയി. അത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം ആളിക്കത്തിക്കാൻ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരങ്ങൾ ആളിക്കത്തിക്കാൻ സഹായിച്ച ഒന്നാണ്. അതിനെ തുടർന്നാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദേശവ്യാപകമായ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന്. അങ്ങനെ നമ്മൾ കാര്യം മനസ്സിലാക്കിയാൽ നമുക്കത് ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. ഇപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. 1919 ഏപ്രിൽ 13 നടക്കുന്നത്. അമൃത്സറിലാണ് നടക്കുന്നത്. ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ ആണ്. ജനറൽ ഡയർ. അവിടെ ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്. എന്നേ വരെ PSCക്ക് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വാക്കുകൾ PSC ചോദ്യങ്ങളായി വരാറുണ്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു അല്ലെ. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജിന് തുടക്കമിടുന്നു. ആ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇത് പറഞ്ഞ ആള് ഗാന്ധിജിയാണ്. ഗാന്ധിജി ചലച്ചിത്രത്തിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടത്. അതിൽ ഇതൊന്ന് ഓർത്തു വെക്കുക. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ പല സിനിമകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും. ശാമ്പനകളുടെ സിനിമയൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിൽ സജീവമാകുന്നത് 1919 റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രവർത്തനങ്ങളോടുകൂടിയാണ്. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ, സജീവ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. ഇതോർത്തു വയ്ക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ്. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്താണ്, ബഹിഷ്കരണം എന്താണ് എന്നെല്ലാം തന്നെ ICRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊന്ന് നന്നായിട്ട് പഠിച്ചു പോകാം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളൊന്ന് ഓർത്തോളൂ. അങ്ങനെ ദേശീയ വിദ്യാലയങ്ങൾ, അതായത് നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി കൊടുക്കാതിരിക്കുക, അതുപോലെ അവരുടെ നിയമങ്ങൾ പാലിക്കാതിരിക്കുക, സിവിൽ നിയമങ്ങൾ പാലിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് അതിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിന് ഗാന്ധിജി നൂതനമായ അർത്ഥം നൽകുകയാണ്. നിങ്ങൾ ഈ PSCക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഗാന്ധി പ്രശ്നങ്ങൾക്ക് തൻ്റെതായ രീതിയിൽ, എന്നാൽ സ്മാർട്ടായ രീതിയിൽ പരിഹാരം കാണാൻ സാധിച്ചു. അന്ന് ചർക്ക വ്യാപകമാണ് ഇന്ത്യയിൽ. അപ്പം അദ്ദേഹം ചർക്കയെ തൻ്റെ ചിഹ്നമാക്കിയെടുത്തു. നോക്കൂ, ഉപ്പ് ഉരുക്കൽ, ഉപ്പില്ലാത്ത വീടുണ്ടാവുമോ? അപ്പോൾ ഉപ്പിന് നികുതി ഏർപ്പെടുത്തി അദ്ദേഹം ഉപ്പിൽ കയറി പിടിച്ചു. ഉപ്പ് ഏതെങ്കിലും മതത്തിൻ്റെതാണോ, ഏതെങ്കിലും ജാതിയുടേതാണോ, ഏതെങ്കിലും വർഗത്തിൻ്റെതാണോ? ഇപ്പം ഗാന്ധി സ്മാർട്ടായിരുന്നു എന്ന് പറയാം ചുരുക്കത്തിൽ. ഗാന്ധിക്ക് അറിയായിരുന്നു ഇന്ത്യൻ മനസ്സുകൾ എന്താണ് ചിന്തിക്കുന്നത്. നിങ്ങൾ PSCക്കും അതാണ് ചെയ്യേണ്ടത്. PSCയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കി സോഴ്സ് അറിഞ്ഞ് പഠിച്ചാൽ ഇത് ലളിതമാണ്. ആവശ്യമില്ലാത്ത ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ദേശീയ വിദ്യാലയങ്ങൾ നിങ്ങൾ ഓർക്കണം. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏതെല്ലാമാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അലി സഹോദരന്മാർ എന്ന് പറയും. 1ഉം 4ഉമാണ്. എന്താണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച മറ്റൊരു ദേശീയ പ്രക്ഷോഭമാണ് എന്തെന്ന് പറയുന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഗാന്ധി മുസ്ലിങ്ങളെ എന്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ന്യായമായി അദ്ദേഹത്തിന് തോന്നിയ ഒരു ഡിമാൻഡ് കൂടി ഏറ്റെടുത്ത് സമരം നടക്കുകയാണ്. അങ്ങനെ ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഗാന്ധിയാണ്.
തുർക്കിയിലെ എന്താ പറയുക ഖലീഫയെ ബ്രിട്ടീഷുകാർ നടത്തിയ വിവേചനപരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ലോകവ്യാപകമായി നടക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം. ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ പ്രസ്ഥാനത്തെയും സജീവമാക്കുകയാണ് ഗാന്ധി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരികളും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും അലി സഹോദരന്മാരാണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയായിരുന്നു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് നിസ്സഹകരണ സമരത്തിനോടൊപ്പം നടക്കുന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം 1920. എന്നാൽ ഈ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധി പെട്ടെന്ന് നിർത്തിവെക്കുന്നു. അത് 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നോക്കൂ, ഗാന്ധിയുടെ ആത്മകഥ എന്താ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗാന്ധി ഒരു വിളക്കന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഗാന്ധി ഒരു സമരം അതിശക്തമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഒരു തെറ്റുപറ്റി. ചൗരി ചൗരയിൽ പോലീസുകാരനെ കൊന്നു ജനം ഈ നിസ്സഹകരണ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. ഗാന്ധിയാകട്ടെ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മൂവ്മെൻറ്റാണ് സ്വപ്നം കാണുന്നത്. ഉടൻ അദ്ദേഹം സമരം നിർത്തിവെക്കുന്നു. അതാണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസ് വെടിവെപ്പിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ട് 22 പോലീസുകാർ മരിക്കാനിടയായ സംഭവമാണ്. അഹിംസയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ഡീപ്പായിട്ട് പോകണം. ഗാന്ധി നിങ്ങൾക്കറിയാലോ ഭീരുവായിരുന്നില്ല, ധീരനായിരുന്നു. പക്ഷെ തൻ്റെ ധീരത 2 തരത്തിലാണ് മനുഷ്യൻ. നിങ്ങൾ PSCക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. നമുക്ക് പേടി വന്നാൽ അല്ലെങ്കിൽ എതിരെ ആക്രമണം വന്നാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യും അല്ലെങ്കിൽ ഒളിച്ചു. ഇത് രണ്ടുമാണ്. ആക്രമിക്കാൻ നോക്കും, തിരിച്ചാക്രമിക്കാൻ നോക്കും. നായ കണ്ടില്ലേ നമ്മളെ പേടിച്ചിട്ട് അങ്ങോട്ട് ആക്രമിക്കുന്നത്. ഇത് മനുഷ്യനും സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള കോമൺ സെൻസും അവസാനിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രാചീന മനുഷ്യൻ്റെ ആ സ്വഭാവത്തിലേക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, പോരാടുക അല്ലെങ്കിൽ ഓടുക. പോരാടുക എന്നുള്ള അർത്ഥമല്ല ആക്രമിക്കുക, തിരിച്ചാക്രമിക്കുക. പക്ഷെ ഗാന്ധി എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം യുക്തിപൂർവം ചിന്തിച്ചു. യുദ്ധം കൊണ്ട് അത്തരത്തിലുള്ള ഹിംസാത്മകമായ പെരുമാറ്റങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് ആക്രമിക്കരുത്, പക്ഷേ പിന്തിരിഞ്ഞോടുകയും ചെയ്യരുത്. അവരെ തിരുത്തുകയാണ് വേണ്ടത്. അതിന് സമാധാനപൂർവമായ ശാന്തിയുടേതായ എന്നാൽ സമരമുറകൾ തന്നെ വേണം, മറ്റു രീതിയിലുള്ള സമരമുറകൾ വേണം. അതുകൊണ്ടാണ് ചൗരി ചൗരയിൽ അദ്ദേഹം ആശങ്കകനായി നിസ്സഹകരണ സമരത്തിൽ നിന്ന് പിൻവലിയുന്നത്. PSCക്കാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പഠന രീതിയും എങ്ങനെയായിരിക്കണം? വിജയിച്ചവരുടെ പഠന രീതിയായിരിക്കണം, അല്ലെങ്കിൽ നാട്ടിലുള്ള സകല ആൾക്കാരും പറയുന്ന പഠന രീതിയായിരിക്കും. ആ വിജയിച്ചവർ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കേണ്ടത് മാത്രം പഠിച്ചിട്ടാണ് വിജയിക്കുന്നത്. മറ്റൊന്ന്, എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് അവർ സജീവമായിട്ട് പ്രിപ്പയർ ചെയ്യില്ല. ഏതെങ്കിലും ലെവൽ, 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ. നമ്മുടെ ക്ലാസ്സുകൾ 10th ലെവൽ എക്സാമുകൾക്കാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ സൗജന്യ ക്ലാസ്സുകളോടൊപ്പം സൗജന്യമായ PDF ലഭിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു താല്പര്യം വരികയാണ്, നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ ക്ലാസ്സും വേണം, നിങ്ങൾക്ക് ഡെയിലി ഇതെല്ലാം അന്നന്ന് പഠിച്ചതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ എക്സാം വേണം. ഇതൊക്കെ നമ്മുടെ ഫ്രീ കോഴ്സിലുണ്ട്. പക്ഷേ ഇതൊക്കെ ക്ലാസ്സുകളായി ഇപ്പോൾ ഒരു ദിവസത്തെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു ദിവസം അത് കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എന്തിൽ ചേരുക, പെയ്ഡ് കോഴ്സുകളുണ്ട്. ആ പെയ്ഡ് കോഴ്സ് ഇത് വിചാരിച്ചിട്ട് പെയ്ഡ് കോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഫ്രീ കോഴ്സ് നമ്മൾ കുറിച്ച് മാറ്റില്ല. ആ പെയ്ഡ് കോഴ്സ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് 20,000-ലധികം ഒഴിവുകളിലേക്കാണ് 2025 PSC നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കൊന്നിച്ചിരിക്കാം ലൈവായി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. അതിൽ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് മോക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും, PDF നോട്ടുകൾ ഉണ്ടായിരിക്കും, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. അഫോർഡബിൾ പ്രൈസാണ് 499 രൂപ.
ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, പഠിക്കേണ്ടത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഏതൊരു പരീക്ഷയിലും ഉയർന്ന റാങ്കിൽ എത്താൻ വേണ്ട ഏറ്റവും കുറഞ്ഞ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ വിവരങ്ങൾ തന്നത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കില്ല. ആവശ്യത്തിന് വിവരങ്ങൾ തന്നാൽ അതുമാത്രം പഠിച്ചു പോയി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. ഒരു ഡെയിലി ലേണിംഗ് പ്ലാനും ഡെയിലി എക്സാംസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാം. ഇനിയിപ്പോൾ ഒരു ദിവസം വൈകിയാൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും പഠനം തുടരാം. അതുകൂടാതെ നിങ്ങൾക്ക് ദിവസവും ലൈവ് ക്ലാസ് കിട്ടണം. അങ്ങനെയുള്ളൊരു കോഴ്സിന് ചേരണമെങ്കിൽ വർഷത്തിൽ 1200 രൂപയാണ്. നേരത്തേത് വർഷത്തിൽ 499 രൂപ, ഇത് വർഷത്തിൽ 1200 രൂപ. ഈ കോഴ്സിന് മാസം നിങ്ങൾ 150 രൂപ വെച്ച് അടച്ച് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ചേർന്ന് നിങ്ങൾക്ക് പേ ചെയ്താൽ മതി. ഇതിനൊക്കെ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ ഒരാൾ വേണം. നിങ്ങൾ പഠിച്ചോ, ഡേ 1 കഴിഞ്ഞോ, ഡേ 5 കഴിഞ്ഞോ, ദിവസവും അങ്ങനെ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ പോകണം. അതിനിടയിൽ നിങ്ങൾക്കൊരു സാധനം ചിലത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, അപ്പോൾ അതെങ്ങനെ ഓർമ്മയിൽ നിർത്തുക, അതിന് സ്പെഷ്യൽ ക്ലാസ് വേണം. അങ്ങനെ നിങ്ങൾ നിരന്തരമായി പിന്തുടർന്നുകൊണ്ട് 2025 നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ, സഹോദരനെ പോലെ, അല്ലെങ്കിൽ സഹോദരിയെ പോലെ നിങ്ങളോടൊപ്പം നിന്ന്, സ്നേഹപൂർവ്വം നിന്ന്, നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അത് പരിഷ്കരിച്ച് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തി. ഇപ്പോൾ മാത്സ് ഒട്ടും വളരെ പിറകോട്ടാണെങ്കിൽ മാത്സിൻ്റെ ബേസിക് മുതൽ പറഞ്ഞു തന്നു. നിങ്ങൾക്കായി നിങ്ങളെ ഒരു ബാച്ച് മാത്രമായിട്ട് കാണുന്ന ഗോൾഡൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതിന് 8075963937 എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം. കാരണം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്. നിങ്ങൾ ജോലിക്കാരനോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക, +2 വിദ്യാഭ്യാസമോ ഡിഗ്രി വിദ്യാഭ്യാസമോ ബിടെക്കോ ഏതോ ആയിക്കോട്ടെ, എനിക്ക് വേറെ ചില കണ്ടീഷനാണ് ഈ കോഴ്സ് ഇതിൽ ചേരുമ്പോൾ. കാരണം ഇത് ഞാൻ പിന്നാലെ നടന്ന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതിപ്പോൾ 5500 രൂപയ്ക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഇതിനു വേണ്ടി വാട്സപ്പ് ചെയ്യുക. ഈ ഒരൊറ്റ കോഴ്സിന് വേണ്ടി മാത്രം. ആ നമ്പർ 8075963937 ആണ്. അപ്പോൾ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ചോദ്യമൊക്കെ വന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും. ഇത്രയും പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. എന്താണ് ലാഹോർ സമ്മേളനം? 1929 ആരാണ് അതിൻ്റെ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊന്നും പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടിട്ടില്ല. മെച്ചപ്പെട്ട ഭരണവും അതിൽ പങ്കാളിത്തവുമാണ് കോൺഗ്രസ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിനുള്ള പ്രത്യേകത, കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുകയാണ്. 1929 ഡിസംബറിൽ നടന്ന സമ്മേളനം. തൊട്ടടുത്ത വർഷം മുതൽ 1930 ജനുവരി 26 മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി 26 പിന്നീട് 1950 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നതിനുള്ള ദിനമായി തിരഞ്ഞെടുക്കുന്നതും ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1929 ഡിസംബർ. അതിൽ തന്നെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 നടന്നതിന് ശേഷമുള്ള വലിയൊരു ദേശീയ മൂവ്മെന്റിന് ഇന്ത്യ സാക്ഷിയാവുകയാണ്. അത് 1930 ഉപ്പു സത്യാഗ്രഹമൊക്കെ അങ്ങനെ നടന്നാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് SCRT ഇല്ല, BR അംബേദ്കർ ഈ അടുത്ത കാലത്തായി പലപ്പോഴും ചോദിച്ചതാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ലണ്ടനിൽ നടന്നത്. 1930, 31, 32. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളാണ്. വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായത് ജെയിംസ് പാലസ് ലണ്ടനാണ്. ഇതിൽ 2ാമത്തെ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധി പങ്കെടുക്കുന്നത്. 1931 സമ്മേളനത്തിൽ മാത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പം 3 സമരങ്ങളാണ് വലിയ പ്രക്ഷോഭങ്ങൾ, ദേശവ്യാപകമായ പ്രക്ഷോഭങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. 1920 നിസ്സഹകരണ സമരം, 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം, 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവും പലതവണ ചോദിച്ചിട്ടുണ്ട്. അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം
1942 ആഗസ്റ്റ് 8-നാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ആഗസ്റ്റ് 8-ന്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് ആഗസ്റ്റ് 9-നാണ്. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ആഗസ്റ്റ് 9-ആണ്. അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിനാവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നാം മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നതു കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഗാന്ധിജി 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി നടത്തിയ ഗാന്ധിയുടെ മന്ത്രം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് PSCക്ക് ഇങ്ങനത്തെ ഒരു മന്ത്രമുണ്ടോ? മരണം വരെ പോരാടുന്ന, ഒരു ജോലി വരെ പോരാടുന്ന, പരാജയമുണ്ടാവാം, മുറിവുകൾ ഏൽക്കാം. ഗാന്ധി എന്താ പറയുന്നത്? നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, മുറിവുകൾ ഏറ്റേറ്റേക്കാം. പക്ഷെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഒരു 2 വർഷത്തെ സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷത്തെ സമയം, പലർക്കും അത്രയൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ 1 വർഷത്തെ സമയത്തുള്ളവരോട് പറയുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ, ഇത് സന്തോഷത്തോടു കൂടിയാണ് ഈ ആഹ്വാനം, അഭിമാനത്തോടു കൂടിയാണ് ഈ ആഹ്വാനം. നിങ്ങളുടെ ഓരോ രക്തവും, ഓരോ കോശവും, ഓരോ മജ്ജയും PSC എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തെ ആവിഷ്കരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു മന്ത്രം ഏറ്റെടുക്കും. ഇത് മന്ത്രം ഏതാണ്? ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമ്മളങ്ങനെയല്ല, തോറ്റേക്കാം, പക്ഷെ ജോലി കിട്ടുന്നത് വരെ പൊരുതുമെന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, പക്ഷെ അത്ര അധികം പ്രയാസമൊന്നുമില്ല, ഒരാവേശമായിട്ട് എടുക്കണം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഒരു ദേശീയ ദുരന്തം എന്നാണ്. ആര് പറഞ്ഞത്? ടാഗോർ പറഞ്ഞത്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. ടാഗോർ. അതിനെ തുടർന്ന് സ്വരാജ് പാർട്ടി ഉണ്ടാകുന്നുണ്ട്. ആ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നവർ ആരെല്ലാമാണ് ചോദിച്ചിട്ടുണ്ട്. അത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും CR ദാസും. ഇപ്പൊ ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ച സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923-ആണ്. അപ്പൊ 22-ലെ ചൗരി ചൗര സംഭവമൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. 23-ലാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്. ആരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകുന്നത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടവർ. അദ്ദേഹം നിയമനിർമ്മാണ സഭകളെയൊക്കെ ബഹിഷ്കരിച്ചു. അപ്പൊ അത് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണം എന്ന് പറഞ്ഞത് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തീർത്തും SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്ന ചോദ്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസയിലും നിസ്സഹകരണം പോലെയുള്ള പുതിയ സമരമുറകളിലും ഊന്നി ഇന്ത്യയിലെമ്പാടും ദേശീയ സമരം നടക്കുമ്പോൾ തന്നെ സമാന്തരമായ ചില പാതകളുണ്ടായിരുന്നു, വിപ്ലവകാരികളുണ്ടായിരുന്നു. ആ വിപ്ലവകാരികൾ രൂപം കൊടുത്തതുമായ സംഘടനകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളും നമ്മൾ കാണാതെ പോകരുത്. ഇപ്പൊ ഭഗത് സിംഗ് അതിലൊരാളായിരുന്നു. അദ്ദേഹം 1923-ൽ സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാതെ തെറ്റാണ്. കാരണം അതാരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. അപ്പോ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ A1 മാത്രം, അത് ഞാൻ ഇവിടെ തന്നിട്ടില്ല കേട്ടോ. A1 മാത്രം എന്നാണ് ഇതിലെ എന്ത് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ കാണാത്തോട് പറഞ്ഞാണ്. ഇനി ഇപ്പോൾ വേറെ എന്താണെന്ന് എനിക്കറിയില്ല. A1 മാത്രമേ അവിടെ വരുള്ളൂ, ബാക്കി രണ്ടും കറക്റ്റാ. അപ്പൊ ഇവിടെ നമുക്കറിയാം 1928-ൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന സംഘടന രൂപവൽക്കരിച്ചു ഭഗത് സിംഗ്. ശരിയാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞു. ഇത് രണ്ടും ശരിയാണ്. ഇപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ ഇവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ.
1928 ഇത് രൂപം കൊള്ളുന്നത്. എന്നാണ് രൂപം കൊള്ളുന്നത്? 1928 രൂപം കൊള്ളുന്നത്. നേതൃത്വം കൊടുത്തത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. ആരെല്ലാമാണ് നേതൃത്വം നൽകുന്നത്? ഭഗത് സിംഗ് ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്, സുഖ്ദേവ്. ഈ 4 ആളുകൾ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കാണുകയില്ല. കാരണം അഹിംസയിലോ ഗാന്ധിയുടേതായ നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൊന്നും ആയിരുന്നില്ല അവരുടെ ഊന്നൽ. വളരെ അഗ്രസീവായ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വളരെ അഗ്രസീവായ ഒരു സമര രീതിയാണ് ഗാന്ധിയുടേതും. അത് പക്ഷേ ഇവിടെ ആക്രമണം പാടില്ല എന്നുള്ളതോ അഹിംസയിലൊന്നും ഒരു വല്ലാതെ ഊന്നൽ കൊടുത്തില്ല എന്നുള്ളതാണ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. അവര് ഇതിനായി ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. അപ്പോൾ അവർ രൂപീകരിച്ച സംഘടനയുടെ പേര് മറന്നു പോകണ്ട. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ 1928 എന്നാണ് 1928. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ സാൻഡേഴ്സ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച പോലീസ് ലാത്തി ചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ ആരാണ്? സാൻഡേഴ്സ്. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്ന വിപ്ലവകാരികൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച്, പൗരാവകാശങ്ങൾ പരിമിതിപ്പെടുത്തുന്ന കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വിപ്ലവകാരികൾ ആരെല്ലാമാണ്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. നമുക്ക് PSC ചോദ്യപേപ്പറുകളിലൂടെ പോയാൽ ഇവരുടെയൊക്കെ പേര് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് കാണാം. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ആളുകൾ. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇത് തിരിച്ചിട്ടാൽ 32. മാർച്ച് എന്ന് പറഞ്ഞാൽ 3. ഇപ്പൊ ഭഗത് സിംഗിൽ ആ 3 ഉണ്ട്. ഇനി ഞാൻ എങ്ങനെ ഓർത്ത് വെച്ചിരിക്കുന്നത്? ആ ഭഗത് സിംഗിൽ 3 ഉണ്ട്. അപ്പൊ 31 മാസം 3. ഈ 31 തിരിച്ചിട്ട് 13 അല്ല 23. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അമേരിക്കയിലാണ്. മറ്റൊരു മൂവ്മെന്റ് ആണ് ഗദ്ദർ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പോലെ, പക്ഷെ അത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ രൂപീകരിച്ച സംഘടനയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി ഓർത്തു വയ്ക്കുക. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. VD സവർക്കർ ആണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധം പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ്. കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഫ്രാൻസുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. അതിൻ്റെ ഭാഗമായി 3 കർണാട്ടിക് യുദ്ധങ്ങളുടെ ഭാഗമായി ഫ്രാൻസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് ഉള്ളവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു. ബ്രിട്ടൻ വീണ്ടും കൂടുതൽ ശക്തമാകുന്നു. മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് മൈസൂർ ഭരണാധികാരിയായ ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇവിടെ മറാത്ത യുദ്ധം ശിവജിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇവിടെ പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ് ബംഗാൾ. ബംഗാളിലെ പ്ലാസിയിലുള്ള സിറാജുദ് ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തുന്നത് പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ബ്രിട്ടീഷ് രാജ് ബംഗാളിൽ ആരംഭിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. 1757 ജൂൺ 3 ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജുദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൽക്കട്ട പിടിച്ചെടുക്കുന്നുണ്ട് സിറാജുദ് ദൗള. എന്നാൽ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കൽക്കട്ട തിരിച്ചു പിടിച്ച വർഷം 1757 ജനുവരി 2 കൽക്കട്ട തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും സിറാജുദ് ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അലിനഗർ സന്ധി. സിറാജുദ് ദൗളയെ
വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മിർ ജാഫറാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം അപ്പോൾ ഏതാണ്? ബക്സാർ യുദ്ധമാണ്. പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജിന് തുടക്കമിടുന്നു എങ്കിൽ ബക്സാർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ് അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം. 1764 ഓർത്തു വയ്ക്കുക. 1757 പ്ലാസി യുദ്ധം, 7 കൊല്ലം കഴിഞ്ഞാൽ 1764 ഏതാണ്? ബക്സാർ യുദ്ധം. ഓക്കെ. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ ബംഗാളിലെ നവാബായ മിർ കാസിമും മുഗൾ രാജാവായ ഷാ ആലം ടൂവും ഔദിലെ നവാബായ ഷൂജ് ഉദ് ദൗളയുമാണ്. ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി അലഹബാദ് ഉടമ്പടിയാണ്. അലഹബാദ് ഉടമ്പടിയിലും ഒപ്പുവെച്ച ബംഗാൾ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ള ഈ പാഠത്തിൽ നിങ്ങൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ച് നന്നായി പറയുന്നുണ്ട്, ഓർക്കണം. ഞാനിത് വിശദമായി മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടേക്ക് പോകുന്നില്ല. ശാശ്വത ഭൂനികുതിയുടെ പ്രത്യേകതകൾ, ഏതെല്ലാം ഭാഗത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലായത്, ഇതൊക്കെ ടെലിഗ്രാമിൽ ഞാൻ നോട്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതിലൂടെ വിശദമായി കടന്നു പോകണം. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ 1757 ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണം നിങ്ങൾക്കറിയാം. 1856 ആകുമ്പോഴേക്കും ഇന്ത്യ മുഴുവൻ വ്യാപകമായി. ബംഗാളിൽ തുടങ്ങിയ ഈ ഭരണം അപ്പം മുഴുവൻ യുദ്ധങ്ങളിലൂടെ ഒന്നുമല്ല, ബ്രിട്ടീഷുകാർ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ആ 2 തന്ത്രങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവും ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവുമാണ്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവും ദത്താവകാശ നിയമം ഡൽഹൌസി പ്രഭുവുമാണ്. ഓർത്തിരിക്കുക. ദുർഭരണക്കുറ്റം ആരോപിച്ച് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഉത്തരേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു ഔധ്. അപ്പൊ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭുവാണ്. ഏതാണ് കൊല്ലം? 1848 ഈ 1848, 1828, 1858 ഈ 3 വർഷങ്ങൾക്കും പ്രത്യേകതയുണ്ട്. 1828 ബ്രഹ്മസമാജം, 1848 ദത്താവകാശ നിരോധന നിയമം, 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുരം പ്രതിഷ്ഠ. 28, 48, 88. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കി ഇന്ത്യയോട് ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് അവസാനം ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഔധ്. സത്താറയിൽ തുടങ്ങുന്നു, ഔധിൽ. ദത്താവകാശ നിരോധന നിയമം പിന്നീട് പിൻവലിക്കുന്നുണ്ട്. ദത്താവകാശ നിരോധന നിയമമൊക്കെ തന്നെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് കലാശിക്കുന്നത്. 1859 ദത്താവകാശ നിരോധന നിയമം പിൻവലിക്കും. ഓക്കെ. ബാക്കി PDF ക്ലാസ്സുകൾ ഞാൻ അവിടെ തന്നിട്ടുണ്ട്. നോക്കുക, വായിക്കുക, പഠിക്കുക. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ശൈലിയിൽ മാറ്റം വരുത്തണോ, ഒക്കെ നിങ്ങളുടെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു? എൻ്റെ വന്ന തെറ്റുകൾ തിരുത്തിക്കൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.